ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്നവരെ, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ബധിരനും മൂകനുമായ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ഈശോ ഗലീലയിലേക്ക് പോകുന്നത് ദെക്കാപോളിസ് എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ്. ദെക്കാപോളിസ് എന്ന് പറയുന്നത് വിജാതിയരുടെ നഗരമാണ്. അവിടെ കുറേ പേർ ബധിരനും മൂകനുമായ ഒരുവനെ ഈശോയുടെ പക്കൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ്റെ കാതുകളിൽ വിരലുകളിട്ടു. അവൻ്റെ നാവിൽ തുപ്പലുകൊണ്ട് സ്പർശിച്ചു. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, നെടുവീർപ്പിട്ടു, എഫാത്ത എന്ന് പറഞ്ഞു. എഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തുറക്കപ്പെടട്ടെ. തൽക്ഷണം അവൻ്റെ കാതുകൾ തുറക്കപ്പെടുകയും നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് അവൻ നന്നായി സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. അനേകർ ഇത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയരുത്. എന്നാൽ അവൻ എല്ലാവരോടും പ്രഘോഷിച്ചു. അവനെ സുഖപ്പെടുത്തിയ ഈശോയെക്കുറിച്ച് അവൻ എല്ലാവരോടും പ്രഘോഷിക്കുവാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഇവിടെ വിജാതിയുടെ നാട്ടിലൂടെയാണ് ഈശോ കടന്നുപോയത്. പഴയ നിയമഗ്രന്ഥത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 5 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നാം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ കാണുക, അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും വരണ്ട നിലത്ത് നീരുറവുകളും എന്ന് ഈശോ പറഞ്ഞു വെക്കും എന്ന് പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സൗഖ്യദായകമായ ദൈവം കടന്നു വരുമ്പോൾ അവർക്ക് ഒരു അന്ധത മാറും, അന്ധർക്ക് കാഴ്ച ലഭിക്കും, മൂവർക്ക് സംസാരശേഷി ലഭിക്കും. അതുപോലെ തന്നെ ബധിരർക്ക് കേൾവിശക്തി ലഭിക്കും, മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും, മരുഭൂമിയിൽ നീരുറവുകൾ ഉണ്ടാകും. എല്ലാവിധ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞു വെക്കുകയാണ്. ഇത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയിലൂടെ സകല ജനങ്ങൾക്കുമുള്ള സൗഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗഖ്യമുണ്ട്. സ്വജാതീനെന്നോ വിജാതീനെന്നോ വ്യത്യാസമല്ല. കാരണം ദെക്കാപോളിസ് എന്ന് പറയുന്ന വിജാതീയ നഗരമാണ്. അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ആ വ്യക്തിയുടെ ചെവി അടഞ്ഞിരുന്നു, കേൾക്കാൻ പാടില്ലായിരുന്നു. അവന് നന്നായി സംസാരശേഷിയില്ലായിരുന്നു. ഈശോ എന്തുകൊണ്ടാണ് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്? ജനക്കൂട്ടവും ആരവും ദൈവവുമായി ആഴമായി ബന്ധപ്പെടുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ഈശോ ജനങ്ങളോട് സംസാരിച്ച് ജനത്തിൻ്റെ ആരവമുണ്ടാകുമ്പോൾ ഈശോ മലമുകളിലേക്ക് കയറിപ്പോകും, തൻ്റെ പിതാവുമായി ബന്ധപ്പെടുവാൻ, സംസാരിക്കുവാൻ. അത് കഴിഞ്ഞ് അവൻ ഇറങ്ങി വരും പുതിയ തീരുമാനങ്ങളുമായി. ആ ജനക്കൂട്ടത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തി നിന്നോട് വ്യക്തിപരമായ എനിക്ക് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട് എന്ന് കാണിക്കുകയാണ്. അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു. സ്പർശനം ആഴമായ ബന്ധത്തിലേക്ക് നയിക്കുന്നു. നിന്നോട് എനിക്ക് ആഴമായ സ്നേഹമുണ്ട്,
തുപ്പല് അവൻ്റെ നാവിൽ സ്പർശിച്ചു. തുപ്പല് നാവിൽ സ്പർശിക്കുക എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിലും യവനവരുടെ ഇടയിലും തുപ്പല് സൗഖ്യദായകമാണ് എന്നവർ കരുതിയിരുന്നു. അതാണ് അവിടെ തുപ്പല് അവൻ്റെ നാവിൽ സ്പർശിക്കേണ്ടി വന്നത്. ഈശോയ്ക്കെതിരെ ഒന്നുമില്ലാതെ എഫാത്ത എന്ന് പറഞ്ഞിരുന്നപ്പോൾ അപ്പോൾ തന്നെ കഥകൾ തുറക്കപ്പെടും. സീറോ ഫിനീഷ്യ സ്ത്രീയുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞത് നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൾ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. ഈശോ അവളെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞില്ല, നിന്നുള്ള പിശാച് അവളിൽ നിന്ന് വിട്ടുപോയെന്നൊന്നും പറഞ്ഞില്ല. നിന്റെ മകൾ സുഖപ്പെട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ചിലവർക്ക് അടയാളം ആവശ്യമാണ്. ഒന്ന് കാണട്ടെ, എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ, അല്ല അവൻ്റെ വിശ്വാസത്തിൽ കൂടെ അവർ നോക്കിക്കാണുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ അവരുമായി ആഴമായി ബന്ധം സ്ഥാപിക്കുകയും അവൻ്റെ കാതുകളിൽ വിരലുകളിട്ട് നാവിൽ തുപ്പലുകൊണ്ട് സ്പർശിച്ച് ഈശോ വീണ്ടും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി. എന്താണ് സ്വർഗത്തിലേക്ക് നോക്കുക? ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നാം അകന്നു പോകരുത്. ഈശോ ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും തൻ്റെ പിതാവുമായുള്ള ബന്ധമാണ് ഈശോ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. പിതാവിലേക്ക് നോക്കി അവിടുന്ന് നിർവഹിക്കുന്നതോ പിതാവിൻ്റെ ഹിതമാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് ഈശോ നിർവഹിക്കുന്നത്, ഇവനെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളത്. തന്നെയല്ല, നെടുവേർപ്പെട്ടു. എന്താണ് നെടുവേർപ്പെടുന്നത്? ഈ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് അവൻ്റെ വേദനയിൽ ഈശോയ്ക്കുണ്ടെന്ന മനസ്സിൻ്റെ വേദനയുടെ പ്രകടനമാണ് നെടുവീർപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ വേദനിക്കുന്ന മക്കളുടെ വേദന ഈശോ ഏറ്റെടുക്കുന്നു. ഈശോയ്ക്ക് വേദനയുണ്ട്. ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈ വേദനകൾ ഉയർത്തുന്നു, സ്വർഗവുമായി ബന്ധപ്പെടുന്നു. അവിടുന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നു. എഫാത്ത എന്ന് പറഞ്ഞ് അവൻ്റെ കാതുകൾ തുറന്നു കൊടുത്തു. നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. അവൻ നന്നായി സംസാരിക്കുവാൻ തുടങ്ങി. ഇതാരോടും പറയരുത് എന്ന കാര്യം ഒഴിച്ച് മാറ്റി നിർത്തിയാൽ അവൻ യഥാർത്ഥ ദൈവവചന അല്ലെങ്കിൽ അവൻ പ്രഘോഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ ചെയ്ത കാര്യങ്ങൾ അവൻ എല്ലാവരോടും പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ എത്രയേറെ അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ എത്രയോ പേരോട് അത് പങ്കുവെക്കുന്നുണ്ട്. കഴിവതും എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ചുരുങ്ങാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. പല മീഡിയകളിലൂടെയും കടന്നു വരുന്നത് അത് എൻ്റെ കാലത്തിൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ ജന്മസമയത്തിൻ്റെ അനുഗ്രഹമാണ് എന്നെല്ലാം പറഞ്ഞ് വഴിതിരിഞ്ഞു പോവുകയാണ്. നിന്നെ ജനിപ്പിച്ച് കാത്തുപരിപാലിച്ച് ഈ നിലയിൽ വരെ എത്തിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താതെ മറ്റെന്തിനെയോ പിന്നാലെ നെട്ടോട്ടമോടുന്ന ജനസമൂഹമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ശാരീരികവും മാനസികവും ആത്മീയമായ അന്ധതയുണ്ട്, ബധിരതയുണ്ട്, മൂകതയുണ്ട്, മുടന്തുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവൻ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള എല്ലാ രോഗാവസ്ഥകളും നീക്കിക്കളഞ്ഞ് പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് നയിക്കും. നമ്മളെ നയിക്കുന്ന, രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്ന ത്രിയേക ദൈവത്തിന് ഹൃദയപൂർവ്വമായി നമുക്ക് നന്ദി പറയാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.